വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് സ്വയം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡയബിൾ സെറ്റ് മുണ്ടിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. എന്താവുന്ന എനിക്കൊരു ഐഡിയ ഇല്ല ഇപ്പോൾ. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. പഴയ സാരിയാണ് കേട്ടോ, നമ്മൾ കുറേ യൂസ് ചെയ്തിട്ടുള്ള ഒരു പഴയ സാരിയാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇവിടെ ഓണമൊക്കെ വന്നുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ നമ്മളെല്ലാവരും ഓണക്കോടികളും ട്രഡീഷണൽ ആയിട്ടുള്ള സെറ്റ് മുണ്ട്, സെറ്റ് സാരി ഇതൊക്കെ നമ്മൾ എടുക്കുന്ന ഒരു സമയമാണല്ലേ. അപ്പോൾ ഈ ഒരു ഓണത്തിന് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഡയബിൾ ആയിട്ടുള്ള സെറ്റ് മുണ്ട്, സെറ്റ് സാരി ഇതൊക്കെ. അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് സ്വയം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡയബിൾ സെറ്റ് മുണ്ടിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിതിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണണം, അപ്പോഴാണ് നിങ്ങൾക്കത് കറക്റ്റ് മനസ്സിലാവുക. സ്കിപ്പ് ചെയ്ത് കാണരുത്. നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ നമ്മുടെ പഴയ സെറ്റ് മുണ്ട് ഉണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എൻ്റെ ഒരു പഴയ സെറ്റ് മുണ്ടാണ്, അമ്മയുടെ പഴയ സെറ്റ് മുണ്ടാണ്. അതാണ് ഞാനിവിടെ ഡൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യണത്. അതിൻ്റെ ഒരു ലുക്ക് മൊത്തം മാറ്റി വരുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഫുള്ള് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ധൈര്യത്തോടെ കോൺഫിഡൻ്റ് ആയിട്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള സെറ്റ് മുണ്ട്, ഡയബിൾ ആയിട്ടുള്ള സെറ്റ് മുണ്ട്, സെറ്റ് സാരി ഒക്കെ നിങ്ങൾക്ക് സ്വയം തന്നെ ചെയ്യാനായിട്ട് പറ്റും. വളരെ നിസ്സാര വില കൊണ്ടുവരണം കേട്ടോ. അപ്പം ഞാനിത് ആമസോണിൽ നിന്നാണ് കേട്ടോ അത് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ആമസോണിൻ്റെ ഇതേപോലെ കദം എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൽ ഞാൻ അത്യാവശ്യം റിവ്യൂ ഒക്കെ നോക്കിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കദം എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ആണ് ഞാൻ വാങ്ങിച്ചത്. ഇതിപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് കുറേ കളർ ഷെയ്ഡുള്ള പാക്കറ്റായിട്ടോ, എല്ലാ പാക്കറ്റ് ഇങ്ങനെ ഓരോ ഷെയ്ഡായിട്ടുള്ളതാട്ടോ ഞാൻ വാങ്ങിച്ചത്. ശരിക്കും അങ്ങനെ വാങ്ങിക്കേണ്ട, എനിക്കൊരു ഐഡിയ ഇല്ലാത്ത കാരണമാണ്. നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ട്, ഒരു കളർ കോമ്പിനേഷൻ മൈൻഡിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കളർ മാത്രം നമുക്ക് വാങ്ങിച്ചാൽ മതി. എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ ഒരു പാക്കറ്റായിട്ട് വാങ്ങിച്ചത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാക്കറ്റിൻ്റെ ഉള്ളിൽ അത്യാവശ്യം എല്ലാ കളേഴ്സും ഉണ്ടാവും. ഇത്ര കളേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ഓരോ പാക്കറ്റാണ്. നമുക്ക് എത്രത്തോളം ഡൈ ചെയ്യാൻ ആവശ്യം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് സിംഗിൾ കളർ നമുക്ക് വാങ്ങിക്കാവുന്നേ കേട്ടോ. ഈ പാക്കറ്റിൻ്റെ ഇങ്ങനെ ബാക്ക് സൈഡിലുണ്ടോ കളർ ഷെയ്ഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഏത് കളർ ഷെയ്ഡാണ് വേണ്ടതെന്നുള്ളതൊക്കെ നോക്കി സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു പാക്കറ്റിൽ ഇത്രയും കളേഴ്സ് വരുന്നുണ്ട്. അങ്ങനത്തെ അതിൻ്റെ 2 കളർ പാക്കറ്റാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. അങ്ങനെ 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ. പിന്നെ ഇതിൽ വരുന്നത് ഇതിൻ്റെ ഒരു കളർ ഗാർഡ്, കളർ പ്രൊട്ടക്റ്റർ ആയിട്ട് വരും. എന്താണ് ഇതേ കണ്ടോ, ഒരു പാക്കറ്റിൽ ഇത്ര വരും, 5 വരുന്നുണ്ട്. ഒരു പാക്കറ്റിൽ 5 വരുന്നുണ്ട്. അപ്പോൾ ഇത് ഡൈ ചെയ്യുന്ന സമയത്ത് ഈ ഫാബ്രിക്കിനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റർ പോലെ നിൽക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു പാക്കറ്റിൽ 5 വന്നിട്ടുണ്ട്. ഈ ഒരെണ്ണത്തിൻ്റെ കൂടെ ഈ ഒരു 5 ആയിട്ടാണ് വരുന്നത്. അങ്ങനെ ഞാൻ 2 വാങ്ങിച്ചപ്പോൾ എനിക്ക് ഒരു 10 കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും വാങ്ങിക്കണമെന്നില്ല, നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ആ ഒരു കളർ ഷെയ്ഡ് മാത്രം വാങ്ങിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതിൽ വരുന്നത് ഈ ഒരു കാറ്റലോഗാണ് കേട്ടോ. ഇതിൽ നമ്മളുടെ ഈ കളർ ഷെയ്ഡിൻ്റെ ഈ കളറ് ഓരോന്ന് ഇതിൽ നമ്പേഴ്സായിട്ട് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് ഈ കളേഴ്സ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാറ്റലോഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു കാറ്റലോഗ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിങ്ങനെ ആപ്രിനായിട്ട് കിട്ടുന്ന ഈ സംഭവമില്ലേ അത് വന്നിട്ടുണ്ട്. അതേപോലെ ഗ്ലൗസ് വന്നിട്ടുണ്ട്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഗ്ലൗസ് വന്നിട്ടുണ്ട്. അപ്പോൾ 2 പാക്കറ്റ് വാങ്ങിച്ചത് തന്നെ 2 വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയൊക്കെ സാധനങ്ങളാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ സാരി വരുന്നത്. അത് അമ്മയുടെ ഒരു പഴയ സാരിയാണ് കേട്ടോ. അമ്മ കുറേ യൂസ് ചെയ്തിട്ടുള്ള ഒരു പഴയ സാരിയാണ്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പഴയ സാരിയുടെ ലുക്ക് തന്നെ മാറും. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം അതിൻ്റെ കുറച്ച് ലൈറ്റ് ഷെയ്ഡ് വന്നിട്ട് പിന്നെ അതിൻ്റെ താഴേക്ക് അതിനെ ഒരു പൊടിക്ക് ഡാർക്ക് ആക്കിയിട്ട് ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താവുന്ന എനിക്കൊരു ഐഡിയ ഇല്ല ഇപ്പോൾ. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. ഇതിങ്ങനെ പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ മുക്കിയെടുക്കുകയുള്ളൂ കേട്ടോ. നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഡൈ ചെയ്യാനുള്ള സാരി നമ്മളൊരു നോർമൽ വെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വെക്കാനുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, ഞാനത് വിട്ടുപോയി ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നിങ്ങൾ വിട്ടുപോകരുത്. അപ്പോൾ അത് ആദ്യം മുക്കി വയ്ക്കുക. അതിനുശേഷം ഒരു പാത്രത്തിൽ നമ്മൾ കളർ ആഡ് ചെയ്യുക. എന്നിട്ട് അത് നന്നായി ചൂട് ആക്കുക കേട്ടോ. അപ്പോൾ പൊടി ഇടുമ്പോൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ തരികൾ
തുണിയിൽ പാണ്ട് പോലെ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതിൽ തന്നിട്ടുള്ള ഗ്ലൗസൊക്കെ ഇട്ടിട്ട് യൂസ് ചെയ്തോളൂ. പഴയ പാത്രവും ഒക്കെ എടുത്താൽ മതി. എൻ്റെ ഇവിടെ ഇല്ലാത്ത കാരണമാണ് കേട്ടോ ഞാനിങ്ങനെ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം സാരി ഇത് നനഞ്ഞ സാരി ആവണം. ഞാൻ പറഞ്ഞില്ലേ സോക്ക് ചെയ്തിട്ടില്ല, ഞാൻ വിട്ടുപോയതാട്ടോ. നനഞ്ഞ സാരി ഇതിലിങ്ങനെ മുക്കിയിട്ട് നോക്കുക. പിന്നെ ഈ കളറ് നമുക്കത് കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെയും പൊടി വീണ്ടും ആഡ് ചെയ്യാം. ഞാനിവിടെ കളറ് കുറച്ച് കുറവായ കാരണം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പൊടി. അപ്പോൾ അതനുസരിച്ച് ആഡ് ചെയ്തിട്ട് വീണ്ടും മിക്സ് ചെയ്തിട്ട് നമുക്ക് തുണി ആവശ്യത്തിനുള്ള കളറ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് ഇതിലിങ്ങനെ മുക്കി കൊടുത്തു കഴിഞ്ഞാൽ അറിയാം നമുക്ക് ഏകദേശം കളർ എന്തോരാണ് എന്നൊക്കെ മനസ്സിലാവും. അതനുസരിച്ച് നമ്മൾ വീണ്ടും കളർ ആഡ് ചെയ്തിട്ട് മുക്കി ആവശ്യത്തിനുള്ള ആ ഒരു കളറിലേക്ക് കൊണ്ടുവരാം കേട്ടോ. അത്യാവശ്യം നല്ല ചൂട് വേണം. 70 ഡിഗ്രി സെൽഷ്യസെങ്കിലും ചൂടൊക്കെ വേണം കേട്ടോ. അപ്പോൾ ആ ഒരു ചൂടിൽ കുറച്ച് നേരം ഇത് മുക്കി വെക്കണം, കളറൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇതിൻ്റെ എക്സാക്റ്റ് ലുക്ക്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നതെന്നുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ ഈ കളർ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം തന്നെ കിട്ടിയ വേറൊരു പാക്കറ്റ് ഉണ്ടല്ലോ, അതിലൊരു പാക്കറ്റ് എടുത്തിട്ട് ഞാൻ ആ ബക്കറ്റിലേക്ക് ഒഴിച്ചു കേട്ടോ. അപ്പോൾ ഇതിൽ നോർമൽ വെള്ളം എടുത്താൽ മതി. തണുത്ത കോൾഡ് വാട്ടർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോർമൽ സാധാരണ പൈപ്പിലെ വെള്ളം എടുത്താൽ മതി. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഡൈ ചെയ്ത സെറ്റും കൊണ്ട് എത്രത്തോളമാണോ നമ്മൾ ഡൈ ചെയ്ത ഭാഗം അത് ഫുള്ള് അതിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ മുക്കി വയ്ക്കുക. കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്തിരുന്നോട്ടെ, അതിൽ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എക്സസ് ആയി നിൽക്കുന്ന എല്ലാ കളറും ആ ഒരു വെള്ളത്തിലേക്ക് വന്നിട്ട് സെറ്റ് മുണ്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ആ കളറ് അതിൽ പിടിച്ച് ഇരിക്കും കേട്ടോ. പിന്നെ ഇനി നമ്മൾ അതിൽ നിന്നൊന്നും കുറച്ച് നേരം കഴിയുമ്പോൾ നൂല് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ ആ വെള്ളം ഫുള്ള് ആ കളറ് പിടിച്ചിട്ടുണ്ടാവും. സെറ്റ് മുണ്ടിൽ ആവശ്യമുള്ള ഇതും പിടിച്ചിട്ടുണ്ടാവും. പിന്നെ ഇനി നമ്മൾ ഒരു നോർമൽ വാട്ടറിൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഡൈയിങ് പ്രോസസ്സ് ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ഓൾമോസ്റ്റ് ഡൈയിങ് പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ വെള്ളമൊക്കെ ഒന്ന് സാരിയിലെ പിഴിഞ്ഞൊക്കെ അത്യാവശ്യം കളഞ്ഞതിന് ശേഷം അങ്ങനെ നല്ലോണം മുറുക്കി പിഴിയണ്ട, എന്നാലും അത്യാവശ്യം വെള്ളം പോകുന്ന രീതിയിലൊന്ന് പിഴിയുക. അതിനുശേഷം ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അവിടെ ഇടരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത ഒരു ഏരിയയിൽ ഇത് നിവർത്തിയിട്ടിട്ട് ഒന്ന് ഉണക്കിയെടുക്കുക കേട്ടോ. ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഫെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. ഇത് കണ്ട് ആരെങ്കിലും പറയുമോ ഇത്രയും വർഷം പഴക്കമുള്ള അല്ലെങ്കിൽ ഇത്രയും ഒരു പഴയ സാരിയാണെന്ന്? ഒരിക്കലും പറയില്ല. അപ്പോൾ നമ്മളിതേ ആ ഒരു പഴയ സാരീനെ ഈ ഒരു ലുക്കിലേക്കായിട്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഓണം ഔട്ട്ഫിറ്റായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് ശരിക്കും അമ്മയ്ക്ക് കൊടുക്കേണ്ട സാരിയാണ്, എന്നാലും ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ബ്ലൗസ് വെച്ചിട്ട് മാച്ച് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് പെയർ ചെയ്ത് കാണിച്ചതാണ്. പിന്നെ നമ്മുടെ ചാനലിൽ പൊതുവേ ഫാമിലി വ്ളോഗ്സും ഡേ ഇൻ മൈ ലൈഫും കുക്കിംഗ് വീഡിയോസൊക്കെയാണ് ഇടാറുള്ളത്. അപ്പോൾ അത്തരം വീഡിയോസ് കാണാനായിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.